ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. ഞാനും ഏട്ടനും കൂടി ഞങ്ങളെ വീട്ടിനടുത്തുള്ള തോട്ടത്തിൽ പുതിയൊരു കുളം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി തോട്ടത്തിലെത്തി. തോട്ടത്തിൽ നടന്നു പോവുകയാണ്. അപ്പം ഈ തോട്ടത്തിൻ്റെ രണ്ട് സൈഡായിട്ട് നിറയെ മാങ്ങയാണ് കേട്ടോ. മാവാണ്. അത് ഫുള്ളും കാച്ചിരിക്കുക. നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്നത് അത്രയേ ഉള്ളൂ കൊണ്ടോ. അത് ചെറിയ മാവാണ് കേട്ടോ. ഫുള്ളും ഈ സൈഡ് ഫുള്ളും. അങ്ങനെ ഞങ്ങൾ കുളം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളം എത്താറായി, കുറച്ചും കൂടി നടക്കണ്ട. ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ സൂര്യാസ്തമയം ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റുന്നില്ല. കാരണം നന്നായിട്ട് പ്രകാശം നമ്മളെ കണ്ണിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നല്ല എറിച്ച ചൂടാണ്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കോഷ്ടി കാണിക്കാൻ വേണ്ടി മാവിൻ്റെ അടുത്തൊക്കെ പോയി നിന്നോ. ഇതാ ഈ കാണുന്ന പാറ ഫുള്ളും ഈ കുളം നിർമ്മിച്ച കുളം ഉണ്ടാക്കുന്ന ടൈമിൽ കുഴിച്ച സമയത്ത് കിട്ടിയ പാറകളാണ്. ഇവിടെ ഭൂരിഭാഗവും ഇങ്ങനെ എല്ലാ തോട്ടത്തിലായാലും വീടുകളിലായാലും പാറ ആയതുകൊണ്ട് ഒരു വീട്ടിലും അങ്ങനെ കിണറൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും കുഴൽക്കിണറും അതുപോലെ ലൈൻ പൈപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കുഴൽക്കിണറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഉള്ളിൽ കാണുമ്പോഴത്തേക്ക് എനിക്കില്ല പാറമട ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ നേരമൊന്നും ഞാൻ അവിടെ നിന്നില്ല. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് മാറി. എനിക്കൊരു എന്തോ വല്ലാത്തൊരു പേടിപ്പെടും. നമ്മളെ നാട്ടിലൊക്കെ ഈ പാറമട കാണില്ലേ, അതിൻ്റെ ഒരു ഫീലിംഗാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ അപ്പോഴൊന്ന് അവിടെ നിന്ന് മാറി. എനിക്കൊരു പേടിയായിരുന്നു. കയ്യിരിക്കുന്ന ഫോണും സ്റ്റാൻഡും ഒക്കെ അങ്ങ് വെള്ളത്തിൽ വീഴുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ഏട്ടൻ അവിടെ കുറേ നേരം നിന്ന് അവിടെ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഇനി കയറിയതേ. ഈ കാണുന്ന പാറ ഫുള്ളും ഈ കുളത്തിൽ നിന്ന് കുഴിച്ചപ്പോൾ കിട്ടിയ കല്ലുകളാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ അസ്തമയം കാണാൻ. നമ്മളൊക്കെ ഈ കന്യാകുമാരി പോകണം അല്ലേ നല്ലൊരു അസ്തമയം കാണാൻ. ഞാൻ സത്യം പറയട്ടെ, രാവിലെയും വൈകുന്നേരം എനിക്ക് ഉദയവും അസ്തമവും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കി, പക്ഷേ ഈ നല്ല ചൂടാണ് കേട്ടോ, നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മൾ അടിച്ചു പോകുന്ന കണ്ണിലോട്ടാണ് പ്രകാശം അടിക്കുന്നത്. ഈ നോക്കിക്കേ, ഈ പാറ ഫുള്ളും ഈ കുളം നിർമ്മിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. കുഴിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ തിരികെ ഞങ്ങൾ പോകാൻ വേണ്ടി തിരികെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നും വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി കാണുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് ആണല്ലോ. എനിക്ക് നിറയെ അതായിരുന്നു. കാരണം വന്ന ടൈം തൊട്ട് എനിക്ക് ഇങ്ങോട്ട് ഈ തോട്ടത്തിലോട്ട് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഈ ദൈവം സഹായിച്ച് ഇപ്പോൾ കുളം നിർമ്മിച്ചപ്പോഴത്തേക്കും കുളം ഉണ്ടാക്കിയപ്പോൾ കാണാൻ സാധിച്ചു. ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ തോട്ടത്തിൻ്റെ ഓണറും മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആടുകൾക്കുള്ള പുല്ല് വെട്ടാനായിട്ട് വന്നതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിൽ നിന്നൊരു മാങ്ങ ഞങ്ങൾ പറിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു 1-2 മാങ്ങ പറിച്ചോ, ഒരു കുഴപ്പമില്ല അണ്ണ എന്നാണ് പറഞ്ഞത്. ഇവിടെ മഹാരാഷ്ട്രയിലുള്ളവരും മലയാളികളെ ഇറങ്ങി അണ്ണാന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാവ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് കൈ കൊണ്ട് എത്തിപ്പറിക്കാവുന്ന തരത്തിലുള്ള മാവാണ് ഇവിടെയുള്ള മാവ് അത്രയും. അപ്പോൾ ചേട്ടൻ അതിൽ നിന്നൊരു മാങ്ങ പറിച്ച് ഞങ്ങളെന്താ നിറയെ ഒരു മാങ്ങയെ പറിച്ചോളൂ. ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. നോക്കി കണ്ടോ, മാവ് കണ്ടോ. ഞങ്ങളിതാ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. ഈ കാണുന്ന വഴി ഫുള്ളും അവർ കരിമ്പാണ്. കരിമ്പ് നട്ടിരിക്കുകയാണ്. അപ്പോൾ മാവാണ്. ഒന്നാമത്തെ കാര്യം ചൂട്, രണ്ടാമത്തെ കാര്യം ഇവിടെ പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പരിചയമില്ലാത്തവർ ഈ തോട്ടത്തിലോട്ട് ഇറങ്ങി അതൊക്കെ ഓട്ടിക്കും. ഇത് ഞാൻ മിക്ക ദിവസവും ചന്തയിൽ കാണുന്ന ഒരു തരം എന്തോ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെ ഹൗസ് ഓണറെ കാണിക്കാമെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തതാണ്. ഈ കാണുന്നതാണ് ഞങ്ങളെ വീട് കേട്ടോ. ഇത് കരിമ്പാണ് കേട്ടോ. കരിമ്പ് നട്ടിട്ട് 6 മാസമായി. 6 മാസമാവും. 1 വർഷമാകുമ്പോൾ ഇത് അടുത്ത വർഷം 2026 ആകുമ്പോഴത്തേക്ക് ഇത് വെട്ടാനുള്ള ഇതാവും. അപ്പോഴത്തേക്ക് വെട്ടും. അപ്പോൾ ഞങ്ങൾ റോഡിലോട്ട് ഏട്ടൻ പോയി. ഞാൻ നടന്ന് ഞാൻ ഏട്ടനടുത്തോട്ട് എത്താൻ വേണ്ടി ഓടുകയാണ്. ഞങ്ങൾ റോഡെത്തി.
ഞങ്ങൾക്ക് നല്ല കാറ്റ് കിട്ടും കേട്ടോ. കാരണം ഞങ്ങളെ വീട്ടിൻ്റെ 2 സൈഡിലും കരിമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കാറ്റ് കിട്ടും. ചൂടാണെങ്കിലോ അതിൻ്റെ ഒടുക്കത്തെ ചൂടായിരിക്കും, തണുപ്പാണെങ്കിലോ അതിൻ്റെ ഒടുക്കത്തെ തണുപ്പായിരിക്കും. ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ റോഡ് മേലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളെ റോഡ്, കണ്ടല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പം ഈ വീഡിയോയും കൂടി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ തീരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.